ഇന്നലെ ചെറിയൊരു ആഘോഷമായിരുന്നു കേട്ടോ പിറന്നാളിൻ്റെ. അങ്ങനെ ചെറിയ ബലൂണൊക്കെ വാങ്ങിച്ചെന്ന് ഒപ്പിച്ച് വെച്ചു. അവളിനൊരു ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അങ്ങനെ കേക്കൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നു ഞാൻ. അതൊക്കെ മുറിക്കാൻ ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ബലൂണൊന്നും ഇത് വെച്ചിട്ട് തൊപ്പിയൊന്നും വെച്ചിട്ട് ഇതുവരെ അവളുടെ ബർത്ത്ഡേ ഒന്നും ആഘോഷിച്ചിട്ടില്ല. ഇന്നലെ ചെറുതായിട്ട് സർപ്രൈസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തത്. ആൾ വലിയ ഹാപ്പി ആയിരുന്നു. കേക്കൊക്കെ മുറിച്ച് അങ്ങനെ എല്ലാവർക്കും ഓരി വെച്ചു. കുഞ്ഞു കുഞ്ഞു പീസുകൾ അവൾ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. ചെറിയൊരു പീസ് അതിനങ്ങനെ അവളിനെ കളിയാക്കിക്കൊണ്ടിരുന്നു അച്ഛനൊക്കെ. എത്രയേ ഉള്ളൂ പറഞ്ഞിട്ട് കുഞ്ഞ് പീസ് കേക്ക് ഉണ്ട്, പക്ഷെ അവൾ കൊടുക്കാൻ മടിച്ച് പിടിച്ചിരിക്കുക. നല്ല അവർക്ക് തിന്നാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടിയപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയായി. രാവിലെ ഫ്രണ്ട് വിളിച്ചിട്ട് അവൾക്കൊരു ഗിഫ്റ്റ് ഉണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ ഗിഫ്റ്റ് കൊണ്ടുവന്നോ പറഞ്ഞിട്ട് വിളിച്ച് ചോദിക്കുക തന്നെ എന്നോട്. അമ്മ റേജി ചേച്ചി ഫോട്ടോ കൊണ്ടുവന്നോ, ഗിഫ്റ്റ് കൊണ്ടുവന്നോ പറഞ്ഞിട്ട് കണ്ടോ. അങ്ങനെ അവളുടെ 2 ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഫ്രെയിം ചെയ്തൊന്ന് എടുത്തു കൊടുത്തു. പിന്നെ അച്ഛൻ എന്തൊക്കെ ചെറിയ ചെറിയ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കണുണ്ടായിരുന്നു. അതൊക്കെ പൊട്ടിച്ച് നോക്കണ സന്തോഷത്തിലാണ് ആൾ. എന്താ പറഞ്ഞിട്ടേ. പിന്നെ ഞാൻ ചെറിയൊരു ഉടുപ്പ് വാങ്ങിച്ചു കൊണ്ടുവന്നു. അവളുടെ അച്ഛനും ആ ഉടുപ്പൊക്കെ കൊടുത്തപ്പോൾ അവൾ പെട്ടെന്ന് ഞെട്ടിപ്പോയി. പിന്നെയാണ് എൻ്റെ കൂട്ടുകാരത്തി കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ. അതാൾ തുറന്ന് നോക്കുക. അത് തുറന്ന് നോക്കാനുള്ള ആകാംക്ഷയിലാണ്. കണ്ടോ നല്ലപോലെ നേരെ പൊട്ടിക്കുകയൊക്കെ ചെയ്തു. പെട്ടെന്ന് എന്താ പറഞ്ഞിട്ടേ രാവിലെ മുതൽ ചോദിച്ചുകൊണ്ടിരിക്കുക റീജി ചേച്ചി ഗിഫ്റ്റ് തരുമോ പറഞ്ഞിട്ട്. പെട്ടെന്ന് പൊട്ടിച്ചപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയായി. കാരണം പ്രതീക്ഷിക്കാതെ അതിൻ്റെ ഉള്ളിലൊരു ഉടുപ്പുണ്ടായിരുന്നു. ആൾ ഹാപ്പിയായി. പിന്നെ മൈലാഞ്ചി, അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനം കേട്ടോ മൈലാഞ്ചി. അങ്ങനെ മൈലാഞ്ചി അതിലുണ്ടായിരുന്നു. ആൾ ഭയങ്കര ഹാപ്പി ആയിരിക്കണം അതൊക്കെ കണ്ടപ്പോൾ. കുറേ ഗിഫ്റ്റൊക്കെ കിട്ടി. അങ്ങനെ അവർ എന്ത് ചെയ്തു, അതൊക്കെ പൊട്ടിച്ച് നോക്കണം ഭയങ്കര തിരക്കിലാട്ടോ. അങ്ങനെ ഒരു ഉടുപ്പും കൂടി അമ്മമ്മ അവൾക്കൊരു ഉടുപ്പും കൂടി എടുത്തു കൊടുത്തിരുന്നു. അതൊക്കെ കിട്ടിയപ്പോഴേക്കും ആൾ സന്തോഷവതിയായിരുന്നു. അത്രയും ഗിഫ്റ്റ് കിട്ടിയിട്ട് അവൾക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്. അതിൻ്റെ ചെറിയൊരു സന്തോഷത്തിലാണ്. പിന്നെ ഒരു ഫോട്ടോ അതിങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചതാണ്. അതിങ്ങനെ കാണിച്ചു തരാം. അത്യാവശ്യം നല്ലപോലെ ആയിട്ടുണ്ട്. 2 ഫോട്ടോ അങ്ങനെ ഫ്രെയിം ചെയ്ത രീതിക്ക് അങ്ങനെ വെച്ചിരിക്കുകയാണ്. കണ്ടോ ഇത് ഫോട്ടോ എങ്ങനെയുണ്ട്, രസമുണ്ട്. അതായത് ഇങ്ങനെ ഇത്ര ഡ്രസ്സും ഈ വളയും മലയൊക്കെ അവൾ കൊടുത്തതാണ് കേട്ടോ. പിന്നെ ഇവർ ആഘോഷിക്കുക. ഇവരെന്ത് ചെയ്തു, ആരോ കൊടുത്ത പടക്കം പറഞ്ഞിട്ട് എല്ലാവരും കൂടി നിന്ന് പൊട്ടിക്കണ തിരക്കിലാണ്. നല്ല ഗംഭീരമായി പൊട്ടിക്കല പടക്കം. ചെറിയൊരു എന്താ ചീനിപ്പടക്കം അങ്ങനെ എന്തൊക്കെയാണ് പറയും കേട്ടോ. അങ്ങനത്തെ എന്തോ പടക്കം. അത് ഗംഭീര പൊട്ടിക്കലാണ് എല്ലാവരും. പക്ഷെ പൊട്ടിയില്ല തോന്നുന്നു. കുറേ ഇട്ട് നോക്കണുണ്ടിരുന്നു. പിന്നെ ചെറുതായിട്ട് പൊട്ടണ് കേട്ടു. തണുത്തു തോന്നുന്നു പടക്കം ഫുള്ള്. അങ്ങനെ അത് കത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അവൾക്ക് കൈകൊട്ടിക്കളി ഉണ്ടായിരുന്നു കേട്ടോ. കൈകൊട്ടിക്കളിക്കാൻ പോകണം. അപ്പോഴേക്ക് സമയം 6:45 7 മണിയൊക്കെ ആയി. അങ്ങനെ കൈകൊട്ടിക്കളീൻ്റെ അവിടെ എത്തി ഒരു പാക്കറ്റ് മുട്ടയൊക്കെ വാങ്ങിച്ചിട്ടാണ് പോയത്. അങ്ങനെ എല്ലാവരും കൂടി ഫോട്ടോ എടുത്ത് ഇന്നത്തെ പിറന്നാൾ ആഘോഷം അവിടെ തീർന്നു കേട്ടോ.